പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വീണ്ടും ബൈബിൾ പഠനത്തിലേക്ക് തിരിയുക. തുടർച്ചയായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം നമ്മൾ വന്നു നിൽക്കുന്നത് 8-ാം അധ്യായം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലെ ഒരുപാട് യുദ്ധക്കെടുതികളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാമാണ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കരുത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെയും അവിടെ നന്മയും തിന്മയും അതേപടി ആവിഷ്കരിച്ച് കർത്താവിനോട് വിശ്വസ്തതയുള്ളവൻ ആരോ അവൻ നിലനിൽക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും നേരെ വിപരീതമായിട്ട് പോകുന്നവൻ തകർക്കപ്പെടുകയും ചെയ്യുന്നെന്നുള്ള അടിസ്ഥാന പ്രമാണമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുക. ഇവിടെ നാം കാണുന്നു, ഈ രാജാവ് എന്ന് പറയുന്നയാള് യഹോവയുടെ നാമത്തിൽ ഭരണം നടത്തേണ്ടവനാണ്. അവിടുത്തെ നീതിയും സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ യഹോവയിൽ നിന്ന് കൈവരുത്തണമെങ്കിൽ നീതിബോധത്തോടുകൂടി ഭരിക്കണം. ആ പകരമായിട്ട് താൻ തന്നെ രാജാവ് സമ്രാട്ട് എല്ലാത്തിൻ്റെയും ഉടയവെന്ന മട്ടിൽ ഇടപെടുകയും തൻ്റെ സാമ്രാജ്യം മോഹം കാണുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് തിന്മ രാജാവിൽ നിന്ന് കടന്നു. അതുകൊണ്ടാണ് പല 2 ലൈൻ രാജാക്കന്മാരാണല്ലോ. ഒന്ന് ജൂദായിലെ രാജാക്കന്മാർ ഒരു നിര, രണ്ടാമത്തേത് ഇസ്രായേലിന്റെ രാജാക്കന്മാരുടെ ഒരു നിര. 2 നിര രാജാക്കന്മാർ നാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നാം കാണുന്ന ഒരു സംഗതി, വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവരുടെ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനദണ്ഡമുണ്ട്. യഹോവയുടെ സന്നിധിയിൽ അവൻ തിന്മ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം പലരുടെയും കാര്യത്തിൽ ആവർത്തിക്കുന്നത് കാണാം. അപ്പം എന്നാ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്താണ്? അതായത് യഹോവയുടെ വിശ്വസ്തതയാണ് ഒരു രാജാവിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിദാനമായിട്ട് നിൽക്കുന്നത്. അത് അന്നത്തെ ആ ഭരണങ്ങളിലൂടെ എടുത്തു വയ്ക്കിരിക്കുന്ന ഈ വിശുദ്ധ സന്ദേശം അതാണ് എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. അത് രാജാവാകണമെന്നില്ല. നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ ഹൃദയ വിശ്വസ്തത കർത്താവിനോടാണ് എങ്കിൽ നമ്മൾ നീതിബോധമുള്ളവരായിരിക്കും. അപ്പം നമ്മുടെ പ്രവൃത്തികൾ അപ്രകാരം വരും. സൽപ്രവൃത്തി ചെയ്യാനും ഒക്കെ നന്മ പ്രവർത്തിക്കാനും ഒക്കെ പ്രേരണയൊക്കെ മറ്റ് പ്രത്യയശാസ്ത്രം നമുക്ക് ഉണ്ടാകും. ഇതങ്ങനെയല്ല. സൽപ്രവൃത്തിക്കല്ല പ്രാധാന്യം, ഇവിടെ വിശ്വസ്തതയ്ക്കാണ്. ഹൃദയത്തിൽ വാഴുന്ന കർത്താവിനുള്ള വിശ്വസ്തതയ്ക്കാണ് പ്രാധാന്യം. ആ വിശ്വസ്തത നിലനിർത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്മ അറിയാതെ അനർഗളമായിട്ട് പ്രവഹിക്കും. നന്മയല്ല അവിടെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഈശോ തന്നെയാണ്. ഐഡന്റിഫിക്കേഷൻ ദൈവൈക്യത്തിൽ വരുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ രാജാക്കന്മാരുടെ ജീവിതകാലങ്ങളിൽ കുറേ ആളുകൾ കുറേക്ക് നന്മ ചെയ്തു, കുറേ ആളുകൾ കുറേ വിശ്വസ്തരായിരുന്നു, കുറേയൊക്കെ അവിശ്വസ്തരായിരുന്നു. എന്നിട്ട് അതെല്ലാം എടുത്തു കാണിക്കുന്നു. അപ്പം നമ്മൾ കാണാൻ പോകുന്ന ഭാഗം 2 രാജാവ് 9 അധ്യായം തൊട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യേഹു മുതൽ സമറിയയുടെ പതനം വരെ. സമറിയയുടെ പതനം 721 എന്ന് പറഞ്ഞാൽ 842 മുതൽ 721 വരെയുള്ള ഇസ്രായേൽ ചരിത്രത്തിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് ചരിത്ര സംഭവങ്ങൾ അതിന്റെ പിന്നിൽ കിടക്കുന്ന നമുക്കറിയാം. അതുകൊണ്ട് വിശുദ്ധ ഭാഗം ഐതിഹ്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കെട്ടുകഥകളൊന്നുമല്ല. ആ മണ്ണിൽ, അതായത് ഇസ്രായേലിന്റെ മണ്ണിൽ സംഭവിച്ച സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥകാരൻ നോക്കിക്കാണുന്ന രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരനെ പോലെ കൃത്യം ചരിത്രം പറയുകയല്ല, അതിൻ്റെ പിൻപിലുള്ള ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് ഇവിടെ പ്രധാന ചിന്താ വിഷയം. നമുക്കറിയാം, ഇവിടെ പാപത്തിന്റെ ഫലം ശമ്പളം മരണം എന്ന് പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് തന്നെ ഇവിടെ അതിഭയങ്കരമായ 2 പാപങ്ങൾ യഹൂവിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ, യഹൂവിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ നടമാടി. എന്തായിരുന്നു ആഹാബ് രാജാവും ജസബേൽ രാജ്യം കൊണ്ട് ചെയ്തത്? ഏറ്റവും ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട ജനം വെളിപ്പെടുത്തിയ ദൈവത്തെ നിഷേധിച്ചു, യഹോവയെ തള്ളിക്കളഞ്ഞു, യഹോവയുടെ ആരാധന നിരോധിച്ച നിയമം മൂലം. അതാണ് അവർ ചെയ്തത്. കട്ടിയായ ദ്രോഹം, കട്ടിയായ പാപം. അതാണ് ജസബേൽ രാജ്ഞിയുടെ പ്രേരണ അനുസരിച്ച് അവൾ അവിടെ രാജ്യം കൊണ്ടുവന്ന ബാൽ ദേവന്റെ ആരാധന ആവിഷ്കരിച്ചു. നമുക്കറിയാമല്ലോ, ഏലിയ പ്രവാചകൻ നേരിട്ടത് എങ്ങനെയാണ്. ഒറ്റയാൾ പട്ടാളം നൽകിയ കാർമൽ മലയിൽ വെച്ച് അവർ നേരിട്ട് അവരെ മുഴുവൻ പരാജയപ്പെടുത്തിയെങ്കിലും ഒരു മനസാന്തരം ഉണ്ടായില്ല. ജസബേലിനും ഉണ്ടായില്ല, ആഹാബിനും ഉണ്ടായില്ല. ദൈവം അഗ്നി ഇറക്കി ബലിവസ്തു സ്വീകരിച്ചപ്പോൾ
ജനം മുഴുവൻ കർത്താവാണ് ദൈവം എന്ന് ഏറ്റുപറഞ്ഞെങ്കിലും അതൊന്നും ഈ രാജാവിന് രാജ്യം സ്വാധീനിച്ചില്ല. പകരം എന്നാ ചെയ്തേ? രാജാവിൻ്റെ മോഹം, അതായത് രാജകൊട്ടാരത്തിന് തൊട്ടടുത്ത് കിടക്കുന്നതായ മുന്തിരിത്തോപ്പ്, കമനീയമായ മുന്തിരിത്തോപ്പാണ്. പക്ഷെ അത് നാബോത്ത് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്താണ്. യഹൂദൻ്റെ പ്രമാണം അനുസരിച്ച് പിതൃസ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. അത് പിതൃസ്വത്ത് എന്ന നിലയിൽ അത് അവൻ്റെ പിതാക്കന്മാർ അവനും ചേരേണ്ട സ്ഥലമാണ്. അതിൻ്റെ പിതാക്കന്മാരെ അവിടെ സംസ്കരിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് വളരെ വിലപ്പെട്ട സംഗതിയാണ് പിതൃസ്വത്ത് എന്ന് പറയുന്ന സംഗതി. നമുക്കും ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പിതൃസ്വത്ത് നഷ്ടപ്പെടുത്താൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങ് വിദൂരതയിലാണെങ്കിൽ പോലും അപ്പൻ്റെ സ്വത്ത് നഷ്ടപ്പെടുത്താനായിട്ട് താല്പര്യം മക്കൾക്കുണ്ടാവില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഗതികേട് കൊണ്ട് വിൽക്കാതിരിക്കാൻ പറ്റാണ്ട് ഒരു സാഹചര്യമുണ്ട്. മക്കൾ പുറത്തു പോയി അമേരിക്കയിലും കാനഡയിലും ഒക്കെ സെറ്റിൽഡായി, അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ സെറ്റിൽഡായി അവരുടെ ജീവിതം അവിടുത്തെ ശീതള ഛായയിൽ ഭംഗിയായിട്ട് പോകുന്ന അവസരത്തിൽ മക്കൾ അവിടെ ജനിച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്കാർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. പക്ഷേ അപ്പനൊരു ഓർമ്മയുണ്ടാകും, എൻ്റെ അപ്പൻ്റെ സ്വത്ത് അവിടെ കിടക്കുന്നത് അത് നഷ്ടപ്പെടരുതല്ലോ എന്ന ചിന്ത ഉള്ളിലുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവരെൻ്റെയും കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതോട് സംഭവിക്കുന്നതെന്നറിയോ? പിതൃസ്വത്ത് എന്ന് പറയുമ്പം ഒരു തുടർച്ചയായിരുന്നു അത്, പിതാക്കന്മാരുടെ ജീവിതത്തോടുള്ള ഒരു ബന്ധം. അതുകൊണ്ട് അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറയുന്നത് അവർ കൈമാറ്റം ചെയ്തു വന്ന പാരമ്പര്യം, ദൈവികമായ പാരമ്പര്യം ഇവരുടെ ജീവിതത്തിന് തുടർച്ചയായിട്ട് പോകുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ പിതൃസ്വത്ത് എന്ന് പറയുന്നത്. അതും പിന്നെ ഇപ്പോൾ ഇല്ലാണ്ട് വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേരൊക്കെ കണ്ടിച്ചിട്ട് പോയേക്കുക പിള്ളേർ. ഇപ്പം എന്നാ ചെയ്യുന്നത്? വേരില്ലാത്തടത്ത് വേറൊരു രാജ്യത്തുനിന്ന് വേരിറങ്ങുമോ? സംശയമാണ്. അതുകൊണ്ട് തന്നെയല്ലേ സത്യത്തിൽ നമ്മൾ വിചാരിക്കണം, ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പ്രാർത്ഥനയും ഒക്കെ നടന്ന് വിസയൊക്കെ കിട്ടി അവിടെ ചെന്ന് സെറ്റിൽഡായി കഴിയുമ്പം അവിടെ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയാതെ ഡൈവോഴ്സിലേക്ക് മാത്രമൊന്നുമല്ല മറ്റ് അക്രമങ്ങൾക്ക്, അനീതിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മക്കളിൽ വളർന്നു വരുന്നുണ്ടെന്ന് നാം ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ദൈവാനുഗ്രഹത്തിൽ നമുക്ക് സഭയ്ക്ക് അവിടെയൊക്കെ രൂപത ഉണ്ടാവുകയും നമ്മുടെ അയലുകാർ ചെല്ലുകയും ഇപ്പോൾ വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേയൊക്കെ പാരമ്പര്യങ്ങൾ, ആ വേരെന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. ഇതൊന്നുമില്ലാതെ വേരറ്റ് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ ഒഴുകി നടക്കുന്ന സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് ഈ പിതൃസ്വത്ത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ഇട്ടിട്ട് പോകുന്നതും അത്ര ഭംഗിയുള്ള കാര്യമല്ല. മുഴുവൻ വിറ്റിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വത്തിൻ്റെ വരുമാനം ആവശ്യമില്ല, അവർ നോക്കുമ്പോൾ മക്കൾക്ക് ആവശ്യമില്ല, ഇവിടെ ഇനി വന്ന് കൃഷി ചെയ്യാൻ പോകുന്നുമില്ല. അതേസമയത്ത് ഏക്കർ കണക്കിന് സ്ഥലവുമുണ്ട്, എനിക്കതുപരിയായ വാടകയ്ക്ക് ബിൽഡിങ്സും ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രയോജനപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അത് കിട്ടുന്ന വിലയ്ക്ക് ആർക്കെങ്കിലും വിട്ടേച്ച് പോകാമെന്നുള്ള ഉൾപ്രേരണ ഉണ്ടാകുമ്പോഴും ഒരുപക്ഷെ ഭാര്യ ഇങ്ങനെ പറയുമ്പോഴും പ്രേരിപ്പിക്കുമ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട സ്ഥലമാണിത്, എൻ്റെ അപ്പനെ വേർപ്പൊഴയ്ക്ക് സമ്പാദിച്ച സ്ഥലമാണിത്, എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും കൂടി വെയിൽ കൊണ്ട് കിടന്ന് പണിതാണ്, അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന സ്ഥലമാണ്, അത് വിൽക്കാൻ പാടില്ല എന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവും. അതാണ് വാസ്തവത്തിൽ ആ പിതൃസ്വത്തിൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ. വേണം യഹൂദനിൽ നിർബന്ധമായി നിയമപരമായിട്ടുണ്ടായിരുന്നു കൈമാറ്റം ചെയ്യാൻ പാടില്ല. കാരണം അവന് പിതൃസ്വത്തിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പിൻപിലെ പാരമ്പര്യം അനുഭവിക്കുകയും ജീവിക്കുകയും കൈമാറുകയും ചെയ്യേണ്ടവനാ. ഇത്രയും സ്ട്രോങ് ആയിട്ട് പാരമ്പര്യങ്ങളെ സംരക്ഷിച്ചിരുന്ന ഒരു സമുദായം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട് ലോകം മുഴുവൻ ചിത്രിക്കപ്പെട്ടിട്ടും അവർ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ദൈവികമായ പാരമ്പര്യത്തെ അവർ ഉറപ്പായി കരുതിക്കൊണ്ടാണ് അവർ 1947 തിരിച്ചു വരാൻ ഇടയായത്. സമാന ചിന്താഗതിയുള്ളവരെല്ലാം തിരിച്ചു വന്നു. വന്നതിന് ശേഷം അവരാരും ആരുടെയെങ്കിലും കാരുണ്യം കൊണ്ട് അവിടെ പ്രവേശിച്ചതല്ല. പണം കൊടുത്ത് വാങ്ങിച്ച അവരുടെ സ്വന്തം സ്ഥലം തന്നെ കാശ് കൊടുത്ത് അവർ വാങ്ങിച്ച് സ്വന്തമാക്കി. ഇപ്പോൾ അവർ ഉറച്ചവിടെ നിൽക്കുന്നതിൻ്റെ പിൻപിലെ രഹസ്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ അതിന് കൃത്യമായിട്ടുള്ള അവരെ സംബന്ധിച്ച നിയമങ്ങളുണ്ട്. ലേവാര പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്വത്ത് കൈകാര്യം ചെയ്തതിനെ കുറിച്ചുള്ള. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആഹാബിൻ്റെ കാലഘട്ടങ്ങളിൽ അതിഗൗരവമായ പാപത്തിലേക്ക് പോകാം. യഹോവയുള്ള ഭക്തി നിഷേധിക്കുക മാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ അപ്പൻ അല്ലെങ്കിൽ രാജാവ് ആഗ്രഹിക്കുകയും അത് പറഞ്ഞപ്പോൾ നാബോത്ത് പറഞ്ഞു, ഈ തരാൻ പറ്റില്ല, കാരണം ഇതെൻ്റെ പിതൃസ്വത്താണ്. പിതൃസ്വത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും മീനിങ് എന്താ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് സ്ഥലം അങ്ങ് പോകുന്നതുമല്ല. അതുകൊണ്ട് ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചില്ല. സമ്മതിക്കാവുന്ന ഇയാൾ വിഷണ്ണനായി രാജകൊട്ടാരത്തിൽ ചെന്ന് കുത്തിയിരുന്ന് മുഖം കുനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭാര്യ ജസബേൽ രാജ്യം വന്നിട്ട് എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അവൾ അങ്ങ് പരിഹസിക്കുക ചെയ്തു. ഇദ്ദേഹം ഈ രാജ്യത്തിൽ രാജാവാണോ? അദ്ദേഹത്തിൻ്റെ കുത്തി വർത്തമാനം പറയും.
രാജാവാണെങ്കിൽ ആ ആഗ്രഹിക്കുന്ന സ്ഥലം വീണ്ടെടുക്കാൻ എന്നാ പ്രയാസിരിക്കുന്നത്? അവിടെ നിന്ന് പണി പറ്റിച്ചു കൊടുത്തു. എന്താ പണി പറ്റിച്ചത്? ഇവനെ ഒരു രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ച് കള്ളസാക്ഷികളെ കൊണ്ട് സാക്ഷ്യമുണ്ടാക്കി ഉണ്ടാക്കിയതിന് ശേഷം ട്രിബ്യൂണൽ നടത്തി വിളിച്ചു വരുത്തിയിട്ട് ട്രിബ്യൂണലിന്റെ വിധി ഉണ്ടായി. ഇവൻ രാജ്യദ്രോഹി, ആരാ? നാബോത്ത് രാജ്യദ്രോഹിയാണ് എന്നതിൽ വിധിച്ചതിന് ശേഷം അവനെ തലവെട്ടി കൊന്നു. എന്നിട്ട് കൊന്നു കഴിഞ്ഞ മുന്തിരി തൊപ്പ് സ്വന്തമാക്കി. ഇതാണ് മനുഷ്യൻ ചെയ്തത്. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിന്മ എവിടെ പ്രവർത്തിക്കുന്നോ അതിന് തിരിച്ചടി ഉണ്ടാവും. നാം പഠിക്കേണ്ട പാഠം അത് അന്ന് ദാബോത്തിന്റെ മാത്രമൊന്നും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ശരി, നമ്മുടെ അയൽക്കാരനെതിരായിട്ടും സ്വന്തം സഹോദരങ്ങൾക്കെതിരായിട്ടും തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചടി നിശ്ചയമായിട്ടുണ്ടാവും, ഒരു സംശയമൊന്നുമില്ല. നമ്മളിലെ നമ്മുടെ മക്കളിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അവിടെ സംഭവിച്ചത് എന്താണ്? ഉടനെ ഏലിയ പ്രവാചകൻ ഇടപെടുന്നതാണ്. ഏലിയ പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയാം? അതായത് നിന്റെ ഈ നാബോത്ത് ഈ വധിച്ചതിൻ്റെ ശിക്ഷയായിട്ട് നിന്റെ കുടുംബം തകർന്നു പോകും, നശിക്കും. നീ നിന്റെ മാംസം നായ്ക്കൽ ഭക്ഷിക്കും. അതിന് രാജ്ഞിയോട് പറഞ്ഞു നിന്റെ രക്തം നായ്ക്കൽ നക്കി കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭയങ്കരമായ ശിക്ഷ അവിടെ ആവിഷ്കരിച്ചത്. സ്ത്രീ അതാണ് ഇപ്പം നടക്കാൻ. ആ സംഭവങ്ങളാണ് ഇപ്പം ഈ അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സംഭവങ്ങൾ. അതിന് ദൈവം ഒരാളിനെ ഒരുക്കി. അതാണ് യേഹൂ എന്ന് പറയുന്നയാൾ. അഹാബിന്റെ രാജാവായ പുത്രനായ രാജാവ് ഭരിക്കുന്ന ഘട്ടങ്ങളിലാണ് ഇത് സംഭവം നടക്കും. വർഷം 842 BC. അപ്പോൾ അവിടെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന യേഹൂവിനെ ദൈവം കരുവാക്കിക്കൊണ്ട് ഇവരെ എല്ലാം ശിക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിത് കാണുമ്പോഴൊക്കെ അയ്യോ അവിടെ എത്ര അവനെ വധിച്ചു ഇവനെ വധിച്ചു, കൊലപാതകങ്ങൾ ഒരു നിരയാണ് നടക്കുന്നത്. അപ്പോൾ ആ കൊലപാതകങ്ങൾ ആക്സെപ്റ്റുള്ള ആക്റ്റല്ല പ്രധാനപ്പെട്ട. കൊലപാതകം നന്മയാണെന്ന് പറയില്ല, കൊലപാതകം തിന്മ തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇവർ ചെയ്ത തിന്മയ്ക്കെതിരെ ശിക്ഷയാണ്. അതികഠിനമായ തിന്മ അവർ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ നാബോത്തിനെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ രക്തം ചൊരിഞ്ഞു. അതല്ല ഇസ്രായേൽ ഇപ്പം പറയുന്നു. അവരോ ആയിരക്കണക്കിന് ആളുകളെ കുരുതി കൊടുക്കുന്നതിനെ കുറിച്ച് ലോകം മുഴുവൻ വിരൽ പിടിച്ച് ഭയങ്കരമായിട്ട് അവർക്കെതിരെ കുറ്റം ചാർത്തുന്നുണ്ടല്ലോ. ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ, ഗാസയിലെ മനുഷ്യരെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട്. പക്ഷെ അവർക്കൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അവരങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ചെയ്തതല്ലല്ലോ, അങ്ങോട്ട് ചെന്നതല്ലല്ലോ. അവർ യോം കിപ്പൂർ ദിവസത്തിൽ അവരുടെ ദൈവാരാധനയിൽ പങ്കുകൊണ്ട് അവർ രാജ്യം മുഴുവൻ ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് വ്യാപരിച്ച സമയത്ത് ഇവിടെ അക്രമികൾ കടന്നു എന്നുകൊണ്ട് 1500 പേരെ പച്ചയ്ക്ക് വധിക്കുകയായിരുന്നു. സ്ത്രീകളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് ആ എന്തൊരു മ്ലേച്ഛമായ രീതിയിലാണ് നടന്നിരുന്നത്. അത്രയും പേരെ വധിച്ചു. എന്നിട്ട് എത്രയാ 253 പേരെ എന്നിട്ട് അവർ ബന്ദികളാക്കി കൊണ്ടുപോയി. അവരൊന്നും കണ്ടില്ലേ? അവരന്ന് ഭയങ്കര സന്തോഷിച്ച ഇവർ ഭയങ്കര പാട്ടുകാരാണ് ഈ യഹൂദന്മാരെന്ന് പറയുന്നത്. അവരുടെ ആരാധന മുഴുവൻ ഭയങ്കര സുന്ദരമായ ആകർഷകമായ പാട്ട് നൃത്തമാണ്. അത് നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഭയങ്കരമായ തിയേറ്ററിനകത്ത് കടന്നു ചെന്നിട്ട് അവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും വധിച്ചു. ഇതിൻ്റെ തിരിച്ചടിയ പ്രതികരണം അവർ ഈ കാണിച്ചതൊക്കെ മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്താ? സെൽഫ് ഡിഫെൻസ്. ഇവരിങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ആളുകളെ വധിച്ചതിൻ്റെ തിരിച്ചടി അവർ 1500 വധിച്ചെങ്കിൽ ഇവർ 65,000 പേര് വധിച്ചു. ചൊള്ളു കൊടുത്ത് ചുള മേടിക്കാന്ന് നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ. അത് ഇസ്രായേൽ ആരാണ് എന്നാണ് പറഞ്ഞു കൊടുത്തു. അവരവരുടെ മക്കൾക്ക് ഒരു വ്യക്തിക്ക് ഒരു പൗരന് നൽകുന്ന വില അതിഭയങ്കരമാണ്. 50 അറബികൾക്കുള്ള വിലയായിരിക്കും അവർ ഒരു വ്യക്തിക്ക് കൊടുക്കും. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു വിലയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് അവർ അത്ര കർക്കശമായത്. ഇപ്പം ഇവിടെ സംഭവിച്ചത് നാബോത്ത് എന്ന് പറയുന്ന ആളെ വധിച്ചത് അവിടെ മുഴുവൻ സംസാര വിഷയമായി. രാജാവ് ചെയ്ത തെറ്റ്, അതികഠിനമായ തെറ്റ്, അതിൻ്റെ ശിക്ഷ വരാൻ പോവുകയാണ്. അതിനാണ് യേഹൂ എന്ന് പറയുന്ന ആളിനെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഓമ്രി എന്നയാളുടെ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് യേഹൂവിൻ്റെ കാലഘട്ടം ആരംഭിക്കുക. ഒരു അരനൂറ്റാണ്ട് കാലത്തോളം ഈ കലഹം നീണ്ടുനിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 8-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അന്ന് ശക്തരായ 2 രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ വഴിയായിട്ട് കുറച്ച് പുരോഗതി ഉണ്ടായെങ്കിലും പിന്നീട് അങ്ങോട്ട് സോളമൻ്റെ കാലം പോലെ തന്നെ തിരിച്ചൊക്കെ എത്തിയെങ്കിലും ഇപ്പോൾ ഉയർച്ചയും താഴ്ചയും എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ രാജ്യങ്ങൾ ഉയർച്ചയും താഴ്ചയും എങ്ങനെയാണ്? അത് ഭരിക്കുന്ന ആളുകളെ ആശ്രയിച്ചിരിക്കും, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ വോട്ട് ചെയ്ത ആളെ ജയിപ്പിച്ചുകൊണ്ട് ആ വോട്ട് ചെയ്ത ആൾക്കാർ പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ നീതിബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ, അഴിമതിയില്ലാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ രാജ്യം വളരും. രാജ്യം മാത്രമല്ല, രാജ്യത്താകമാനമായ ഒരു പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടാകും. മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം മാറും. ശക്തമായിട്ടുള്ള ഒരു ആഭ്യന്തര സംവിധാനമുണ്ടെങ്കിൽ
തിന്മയെ എതിർക്കത്തക്ക രീതിയിൽ വലിയ സംവിധാനം, വലിയ സൈന്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ മനുഷ്യന് ഭയം കൂടാതെ നാട്ടിൽ കൂടെ നടക്കാം, സ്ത്രീകൾക്ക് ഭയം കൂടാതെ നടക്കാം, പേടിക്കേണ്ട. കാരണം കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും ഒക്കെ പേടിയുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഭരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വപ്നമാണ്. അതിനനുസരിച്ച് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിണങ്ങി കൊണ്ടുപോകുന്ന ഒരു പ്രധാനിയാണ് ഭരണകർത്താവെങ്കിൽ ആ രാജ്യം പുരോഗമിക്കാൻ സംശയമൊന്നുമില്ല. അപ്പോൾ ജനത്തെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ സാമ്പത്തികം വളരും, പിന്നെ കടബാധ്യതകൾ തീരും, മുമ്പോട്ട് പോകും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ശരി, രാജ്യത്തിന് തകർച്ച ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള രാജാക്കന്മാർ വന്നത്, ഒന്ന് രണ്ട് പേര് വന്നു. അക്കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ പുരോഗമിച്ചു. പക്ഷേ ആ പുരോഗമന കാലം നിന്നില്ല. സോളമൻ്റെ കാലം അങ്ങനെ ആയിരുന്നല്ലോ, അതുകാലം നീണ്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിലാണ് ഈ ഇസ്രായേലിൻ്റെ ആ പ്രത്യേകം, അതായത് യേഹൂവിൻ്റെ കുടുംബത്തിലെ നാലാമത്തെ രാജാവായ ജെറോബിയാം രണ്ടാമൻ്റെ മരണത്തോടുകൂടി രാജ്യം തകർച്ചയിലേക്ക് നീങ്ങി. അങ്ങനെ 20 വർഷത്തിനിടയിൽ 6 രാജാക്കന്മാർ വന്നു. നോക്കണേ, ആദ്യം ആഭ്യന്തര കലഹമാണ്. നമ്മളെന്താ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ഇപ്പം പോകുന്നത്? നമ്മൾ 1947 സ്വതന്ത്രമായിട്ട് ഇന്ന് വരെയും നമുക്ക് ആഭ്യന്തര കലഹം എന്ന് പറയാൻ മാത്രം ഉണ്ടായില്ല. ഒരു പട്ടാള വിപ്ലവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭരണകമ്പ കൃത്യമായിട്ട് ജനാധിപത്യ ക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഭരണാധികാരികൾ ഇടതൂർന്ന് പരിചയം പോകുന്നു. ഒരു ഒഴുക്ക് രക്തച്ചൊരിച്ചിന് ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായില്ല. അതുകൊണ്ട് സംഭവിച്ച് നമുക്ക് ആഭ്യന്തരമായ സാമ്പത്തിക ശോഷണം വന്നില്ല. അതേപോലെ ഒരു പട്ടാള വിപ്ലവം ആയിരുന്നെങ്കിലോ സമീപത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ എത്രയോ പട്ടാള വിപ്ലവം ഉണ്ടായി, എത്ര പ്രധാനമന്ത്രിമാർ വധിക്കപ്പെട്ടു. ഇവിടെ വധമൊക്കെ നടന്നെങ്കിലും ഭരണക്രമത്തിൻ്റെ അകത്ത് യാതൊരുവിധ പ്രയാസവും ഉണ്ടായിരുന്നത് കൊണ്ട് കൃത്യമായ ശാസ്ത്രീയ ക്രമീകരണം അനുസരിച്ചുള്ള പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യം അടിക്കടിക്ക് മുന്നേറി. 35% മാത്രം നമ്മുടെ ഏജ് ആവറേജ് ഉണ്ടായത് 1947. ഇപ്പം നമ്മുടെ കാലഘട്ടം ആയപ്പോഴത്തെ 73-80% വളർന്നെങ്കിൽ അന്നത്തെ കാലത്ത് 12% പോലും സാക്ഷരതയില്ലായിരുന്നുവെങ്കിൽ ഇന്നതാണ്ട് 100% സാക്ഷരതയുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ക്രമീകൃതമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളിലൂടെ പടിപടിയായിട്ട് വളർന്നു വന്നു. അതിന് നേതൃത്വം കൊടുത്തവരെ മറക്കാൻ പറ്റില്ല. മറ്റൊരു പ്രത്യയശാസ്ത്രം വന്നിട്ട് അവരെയൊക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അതായത് നെഹ്റു കൊണ്ടുവന്നതായ മനോഹരമായിട്ടുള്ള ചിന്താഗതി, അതായത് സെക്യുലറിസം, അദ്ദേഹം പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ആളായിരുന്നില്ല. എല്ലാവരും അതേസമയം ഒരു മതത്തിൻ്റെ എതിരുമില്ലായിരുന്നു. എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നത് കൊണ്ടാണ് അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഭരണഘടന നമ്മുടെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ആ ഭരണഘടന കൊണ്ടാണ് നമുക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്നത്. കൊണ്ടാണ് നമ്മൾ ആരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നതല്ല ഭാരതത്തിൽ. നമ്മൾ ജീവിക്കുന്ന ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് സംസ്കരിച്ച് അതിനെ പൂഴ്ത്തി കെട്ടിക്കൊണ്ട് മറ്റു പ്രത്യയശാസ്ത്രം അടിമകളാക്കാൻ ശ്രമിക്കുന്ന ഏത് ഭരണം വന്നാലും ശരി, അധികാരം നിൽക്കില്ല. ഒരു കാര്യം സംശയരഹിതമായ കാര്യം, അതിനു വേണ്ടി ആര് എന്തെല്ലാം തുനിഞ്ഞിറങ്ങിയാലും ശരി, അവർ വെറുതെ വെള്ളത്തിൽ എഴുതുപോലെ അവരുടെ വാക്കുകളൊക്കെ തകർന്നു പോയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ രാജാക്കന്മാർ, നല്ല രാജാക്കന്മാർ വന്നു, പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തകർച്ചയും ഉണ്ടായി. അതുകൊണ്ട് എന്നാ ചെയ്തു, പിന്നീട് അങ്ങോട്ട് 20 വർഷക്കാലം, 20 വർഷത്തേക്ക് 6 രാജാക്കന്മാരെ കടന്നു വന്നേ. അപ്പോൾ ആ സംഭവിച്ച വിശ്വസ്തതയായിരുന്നു വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ മാനദണ്ഡം. ഈ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ച് പറയും. വിശ്വസ്തത കത്തവരെങ്ങനെ, അപ്പം സിറിയായെ ആക്രമിച്ചു, സിറിയായെ ആക്രമിച്ചു. അത് ആമോസ്, അതുപോലെ തന്നെ ഹോസി, ഈ പ്രവാചകന്മാരൊക്കെ കടന്നു വന്നത് വടക്കൻ ഇസ്രായേലിലാണ്. നോക്കണേ, ഓരോ കാലഘട്ടങ്ങളിലും രാജഭരണം വഴിതെറ്റി പോകുമ്പം ദൈവം അതിനെ തിരുത്താൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നു. അപ്പോൾ ഇന്നും പ്രവാചകന്മാരുണ്ട്. അവരാണ് വാസ്തവത്തിൽ നല്ല രീതിയിൽ വിമർശനം നടത്തുന്ന ആൾക്കാർ. നല്ല രീതിയിൽ വിമർശനം നടത്തുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അതേ സമയത്ത് തന്നെയാണ് ഏഷ്യയായും മിഖായിലും യൂനായിലും അവരെ പ്രവാചക ധർമ്മം നടത്തിയത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഏഷ്യ, മിഖ, ഹോസി, അതുപോലെ തന്നെ ആമോസ് തുടങ്ങിയ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ചരിത്രം അറിയണം. എങ്കിൽ മാത്രം അവർ പറയുന്നതിന് അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമുക്ക് പറ്റുകയും. അപ്പോൾ ഈ കാലഘട്ടത്തെ വേണം 3-4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാലഘട്ടമാണ് യേഹൂവിൻ്റെ നരവേട്ടയായിട്ട് നമ്മൾ നോക്കുന്നത്. അത് ഒരുപാട് പേരെ കൊന്നൊടുക്കിയതൊക്കെ എന്തുകൊണ്ടാണ്? ശിക്ഷയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഘട്ടം നാം കാണുന്നത്. അർത്ഥം സർവ്വസൈനാധിപനായിരുന്ന ഒരാളുടെ രഹസ്യത്തിൽ കർത്താവ് തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു പ്രവാചക യുവാവിനെ കൊണ്ട് തലയിൽ തൈലം ഒഴിപ്പിച്ച് രാജാവായി കർത്താവിനെ അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം തൊട്ട് ചുറ്റുപാടും ഉണ്ടായതും അവനെ രാജാവാക്കി അവൻ അങ്ങോട്ട് തേരോട്ടം നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുന്നത്. പിന്നീട് നാം കാണുന്ന ആ തളർച്ചയുടെ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് യേഹൂവിൻ്റെ നരവേട്ട കഴിഞ്ഞ് തളർച്ചയുടെ കാലഘട്ടം വരുന്നു. പിന്നീട് നവോത്ഥാനം ഉണ്ടാകാം. പിന്നീട് ഇസ്രായേലിൻ്റെ പതനമാണ്. അതായത് അസീറിയ ഇസ്രായേലിനെ
BC 721 സമ്പൂർണ്ണമായിട്ട് കീഴടക്കി നശിപ്പിച്ചു കളഞ്ഞു. ചരിത്രത്തിൽ പിന്നീട് വടക്കൻ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. യൂദ പിന്നെ 1.5 നൂറ്റാണ്ട് നിന്നു. അതുകൊണ്ട് ആ ഭാഗത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ വരച്ചു വെക്കുമ്പോൾ ആ വരച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലേക്കുള്ള രാജാക്കന്മാർക്കും എല്ലാ കാലഘട്ടത്തിലുള്ള രാജകീയ അവസ്ഥകൾക്കും ഭരണ രീതികൾക്കും ഒക്കെ ഒന്നാന്തരമായിട്ടുള്ള വലിയ സന്ദേശമാണ്, താക്കീതാണ്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അർത്ഥം നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭാഗമൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും, ഇത്രയും പേരെ വധിച്ചു, ആ വധിച്ചു, ഈ വധിച്ചു എന്ന് പറയാൻ ഉത്കണ്ഠാവലാകുകയല്ല. മനുഷ്യ ജീവിതത്തിലുള്ളതാണ് ഈ യുദ്ധം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ആ നരവേട്ട യേഹുവിൻ്റെ അങ്ങോട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 9 അധ്യായം 1 തൊട്ട് 10 വരെ വാക്യം നോമ്പെന്ന് കാണാൻ കഴിയും. നാബോത്തും ആഹാബിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ജസയിലും സിറിയയിലും വെച്ച് രാജകുടുംബാംഗങ്ങളെ ഒന്നടങ്കം കൊല ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും, രാജകുടുംബം മുഴുവൻ. അതുപോലെ തന്നെ ബാൽ പ്രവാചകന്മാരെ മുഴുവൻ യേശുവിൻ്റെ അതിശക്തമായ യേഹുവിൻ്റെ ഇടപെടലിലൂടെ അത് കൊല്ലുന്ന രീതികളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതായത് ബാലിൻ്റെ ആ വലിയ പ്രവാചകന്മാരെ കൊല്ലാനായിട്ട് അത് ഒരു സൂത്രം പ്രയോഗിക്കുകയാണ്. അദ്ദേഹം ഇത് ആദ്യം അഭിനയിച്ചു. എങ്ങനെ അഭിനയിച്ച, ഞാൻ വലിയ ബാൽ ഭക്തനാണ് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റേ അപ്പനേക്കാൾ ബാൽ ഭക്തൻ അഭിനയിച്ചപ്പോൾ ഈ പ്രവാചകന്മാർ ഇതിൽപ്പെട്ടവരൊക്കെ ഭയങ്കര ആഹ്ലാദിച്ചു, ബാലിൻ്റെ ആൾക്കാരിൽ ആഹ്ലാദിച്ചു. പുരോഹിതരൊക്കെ നമ്മൾ വിളിച്ചു കൂട്ടാം, നമുക്കൊരു ബലിയർപ്പിക്കാം എന്ന് പറയും. അങ്ങനെ ഇവരെ തന്നെ വിളിച്ചു കൂട്ടിയിട്ട് രാജാവ് തന്നെ അങ്ങ് ബലിയർപ്പിച്ചു. യേഹു രാജാവ് തന്നെ ബലിയർപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 80 പേരെ അദ്ദേഹം ബലി നടത്തുന്ന സ്ഥലത്തിന് പുറത്ത് നിർത്തിയിട്ട് അവരോട് പറഞ്ഞിരുന്നു, ഞാൻ വിസിലടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അകത്തുകാർ എല്ലാവരെയും ഒറ്റ എണ്ണം ഇല്ലാതെ തകർത്ത് കളഞ്ഞേക്കണം, വറ്റിച്ചേക്കണം. ആരെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെടാൻ അനുവദിക്കുന്നവന് പിന്നെ വാളായിരിക്കും ദുരന്ത ഫലം എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി ഒരുക്കിയതിന് ശേഷം അദ്ദേഹം ചെന്ന് വലിയ ആഘോഷമായിട്ട് ബാലദേവനെ വിളിച്ചൊക്കെ പ്രാർത്ഥിച്ചു. ഒരു നാടകമായി ആ പ്രാർത്ഥിച്ച് ഇതുങ്ങൾ ആഹ്ലാദിച്ച് തുള്ളി അവസാനത്തേക്കും എല്ലാത്തിനെയും കൊന്നുകളയും. ഇപ്പം അതുകൊണ്ട് ബാലിൻ്റെ പ്രവാചകന്മാരെയും മുഴുവൻ കൊന്നുകളഞ്ഞു. മകരെ ഏലിയ പ്രവാചന സമയത്ത് തന്നെ സംഭവിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഏലിയായുടെ ദൗത്യം തന്നെയായി തുടർന്ന യേഹും അന്ന് തന്നെ ഏലിയായിക്ക് ഒരു ചുമതല കൊടുത്തായിരുന്നല്ലോ. എന്താ, ഏലിയായെ ഈ ഹോറബ് മലയുടെ ഗുഹയിൽ നിന്ന് പുറത്ത് ദൈവം തമ്പുരാൻ വിളിച്ചു, നീ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ സൈന്യങ്ങളുടെ ദൈവം കർത്താവിനെ കിട്ടുന്ന തീഷ്ണതയിൽ എൻ്റെ ഹൃദയം ജ്വലിക്കുക എന്ന് പറയും. ജ്വലനമൊക്കെ വിളിക്കും, ഇതിങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നാണ്ട് അവിടെ ഭൂകമ്പം ഉണ്ടായി, ഇവിടെ ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല. അവിടെ വലിയ ഇടിവെട്ടലുണ്ടായി, ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല. വലിയ അഗ്നി ഉണ്ടായി, ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശാന്തമായ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ഏലിയ നീ എന്താ ചെയ്യുന്നത്? ഉടനെ ഏലിയ പരാതിയായി, നിനക്ക് വേണ്ടി ആരുമില്ല, എല്ലാവരെയും ഈ ആഹാബ് രാജാവും രാജ്യം കൂടെ കൊന്നു കളഞ്ഞു, ഇനിയിപ്പോൾ ആരുമില്ല, എന്നെയും കൂടി കൊല്ലം. അങ്ങനെയാണല്ലോ ഓടാനിടയായി. അതായത് കാർമൽ മലയുടെ ഈ ബലി കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവർക്ക് മാനസാന്തരപ്പെടേണ്ടതാണ്. യഹോവ ഇറങ്ങി, അതായത് ദൈവത്തിന് അഗ്നി ഇറങ്ങി ആ ഏലിയ നടത്തിയ ബലി സ്വീകരിക്കുകയും അതേസമയത്ത് മറ്റുള്ളവരുടെ ബലി തിരസ്കരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ മാറി കുമ്പിട്ടിരുന്ന പ്രവാചകൻ കുറച്ചു നേരം കാത്തിരുന്ന് തൻ്റെ സേവകരോട് ചോദിച്ചു, ചെന്ന് നോക്കാം മഴ വരുന്നുണ്ടോ നോക്കാം. 6 പ്രാവശ്യം നടത്തിച്ചു. 7ാമത്തെ പ്രാവശ്യം പറഞ്ഞ് കാർമേഘം കാണുന്നുണ്ട്. അപ്പോൾ ഉടനെ തിരിച്ചു നിന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവ് ഉടനെ സ്ഥലം വിട്ടുള്ളൂ, മഴ പെയ്യും, അവിടെ രഥം മണ്ണിൽ കുളിച്ചു പോകാൻ സാധ്യതയുണ്ട്, പെരുന്നു പോകുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. എന്നിട്ട് അതുപോലെ പെരുമഴയുണ്ടായി. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഈ രാജ്ഞിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. തന്നെയല്ല, നാളെ ഈ സമയത്ത് മുമ്പ് 24 മണിക്കൂറിൽ ഇതിൻ്റെ കഴുത്ത് തല കാണില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി എന്ന് പറയാൻ അതിന് ദൂതന്മാരെ വിട്ടു. അതറിഞ്ഞു ഓടിയത്, പ്രാണരക്ഷാത്ത് ഓടിപ്പോയ കാര്യം നമുക്കറിയാമല്ലോ. പോയ വഴിക്ക് തളർന്ന് കിടന്നോർത്ത് ദൈവം ഒരു ഭക്ഷണം കൊടുത്തു. പിന്നെ എടുത്ത് ഭക്ഷിക്കാൻ പറയും, എടുത്ത് ഭക്ഷിച്ചേ, അപ്പവും വെള്ളവും കൊടുത്തേ, ഇപ്പം മീനും കൊടുത്ത് ഭക്ഷിക്കാൻ പറയും, എന്നിട്ട് വീണ്ടും നിനക്ക് ഊർജ്ജം കിട്ടാൻ കഴിക്കാൻ പറയും. വീണ്ടും ഓടി. സ്പിരിച്വൽ റൈറ്റേഴ്സ് അതൊക്കെ കുർബാനയുടെ മുന്നാസ്വാദനമായിട്ട് പറയുന്നുണ്ട്. ഓടിച്ചെന്നാണ് ആ വെളിപാടിൻ്റെ ഉറവിട സ്ഥാനമായ ഹോറബ്. വെളിപാട് എവിടെ നടന്നു? 10 കൽപ്പന നൽകിയ സ്ഥലം. അവിടെ പോയി ഗുഹയ്ക്കകത്ത് പോയി ഇരുന്നപ്പോഴാണ് ദൈവം വിളിച്ച് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ മനസ്സിലാക്കണം, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അക്കം എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. 7000 എന്ന് പറഞ്ഞാൽ എന്നാ, 10 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്, 7 പൂർണ്ണതയാണ്, 2 പൂർണ്ണത എന്ന അനന്തമാണ്. നീ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ ആ ഭയങ്കരമായ രീതിയിൽ എൻ്റെ അനുയായികൾ ഇവിടെ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴും ഇപ്പം പ്രത്യേകിച്ച് കൂടുതലും അതുതന്നെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം മുഴുവൻ തീരുകയാണ്, യൂറോപ്പ് മുഴുവൻ പള്ളി പൂട്ടുകയാണ്, പള്ളി വിൽക്കുകയാണ്. അതുതന്നെ അങ്ങനെയൊന്നുമില്ല, ഇവരെല്ലാം തീർന്നു. യൂട്യൂബിലൊക്കെ ചിലവ് വായിക്കുമ്പോൾ ചുമ്മാ വെറുതെ നമുക്ക്
വെറുതെ നിരാശപ്പെട്ട് ഇങ്ങനെ ഒന്നും നടക്കില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ചരിത്രത്തിൽ ഇങ്ങനെ ഇതുപോലെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരവശിഷ്ട വിഭാഗത്തെ ഞാൻ സംരക്ഷിക്കും, ദ സാൽവേഷൻ ഓഫ് ദ റെമനന്റ്. എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ആൾ കുറേ പേര് വിശ്വാസം ക്ഷയിച്ചു നോക്കിയിരിക്കും, ഒക്കെ ദേവാലയം വിറ്റു നോക്കിയിരിക്കും. അത് വേറെ കാര്യങ്ങളൊന്നും കൊണ്ടാണെങ്കിൽ പോലും മനസ്സിലാക്കുന്നതാണ്, നമ്മളൊക്കെ വിശ്വാസം ക്ഷയിച്ചതെന്ന് പറയും, നമ്മളാരും പരാക്രമം പിടിക്കുകയോ പരാതിപ്പെടുകയോ ഒന്നും വേണ്ട. വൈദികനാകാനാളില്ല, സന്യാസിനാകാനില്ല എന്നൊക്കെ പറയാം. ഒരു കാലഘട്ടത്തിന് പ്രത്യേകതയായിരിക്കും. പക്ഷെ ദൈവം കൃത്യമായി നമ്മൾ പറയുന്നു, ബാലിന് മുമ്പിട്ടാണ്. ഇവിടെ നമുക്ക് ബാലും ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് നിരീശ്വരത്തിന് പകരം അല്ലെ ഭൗതികവൽക്കരണമായിരിക്കും. ഭൗതികവൽക്കരണത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേര് ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പൊ അതിന് നമ്മൾ അതാ വിശ്വസിക്കേണ്ടത്. നീ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യും. എന്നിട്ട് 2 ജോലി ഏൽപ്പിച്ചു. അതായത് യേഹൂവിനെ രാജാവാക്കുക, പിന്നെ അതുപോലെ ഇസ്രായേൽ ഹസായേലിനെ രാജാവാക്കുക. 2 കാര്യം പറയും. ഇത് 2 കാര്യത്തിൽ ഹസായേലിനെ രാജാവായിട്ട് വായിച്ചെങ്കിലും മറ്റേ കാര്യം ചെയ്ത് അത് എലീശായ്ക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് എലീശ തൻ്റെ പ്രവാചക യുവാവിനെ പറഞ്ഞയച്ച് യേഹുവിനെ രഹസ്യമായിട്ട് അഭിഷേകം ചെയ്ത് നമ്മൾ വായിക്കും, വളരെ രഹസ്യമായിട്ട്. അതുകൊണ്ട് ഏലിയായുടെ ദൗത്യമാണ് യേഹു ഏറ്റെടുത്തിരിക്കണം. ഹസായേലിനെ സിറിയയിലും യേഹുവിനെ യൂനായിലും ഇപ്പം യുവാവ് വഴി അഭിഷേകം ചെയ്തു. ഇപ്പം എന്നാ ചെയ്തു? ആഹാബ് മാരകമായ മുറിവേറ്റ് റാമോത്ത് ഗിലിയാദിലാണ് സംഭവിച്ച സ്ഥലം. അപ്പോൾ സിറിയയുടെ ആക്രമണത്തിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ മുറിവേൽക്കുമ്പോൾ കാണുന്നുണ്ട്. അദ്ദേഹം അസ്തമിക്കുകയും ചെയ്യുന്നു ആഹാബിനെ സംബന്ധിച്ച്. അപ്പോൾ ആ സമയത്ത് യോറാം എന്ന് പറഞ്ഞ ആൾ ഭരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനാണ്. അപ്പോൾ യേഹു എന്ന യേഹുവിനെ കൃത്യമായിട്ട് യുദ്ധം തുടർത്തിയെങ്കിലും ഇത് പറഞ്ഞ് രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് എന്താ അഭിഷേകത്തിന്റെ കൂടെ പറഞ്ഞായിരുന്നു, യേഹുവിന്റെ കുടുംബം നിലനിൽക്കാൻ പാടില്ല, കാരണം ദൈവത്തിന് ശിക്ഷയാണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിൽ കരുതി യോറാം എന്ന ആളിന് രാജാവ് വധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അത് എന്നാ ചെയ്യുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. അപ്പോൾ അദ്ദേഹം മിശ്രണത്തിന് വേണ്ടിയിട്ട് ഭവനം മുറിവേറ്റുകൊണ്ട് പോയ സ്ഥലത്തിൽ അങ്ങോട്ട് തിരിച്ചു പിടിച്ചു. യേഹു അങ്ങോട്ട് വണ്ടി ഓടിച്ചു, അവിടെ ചെന്ന് അപ്പോഴത്തെ ഇവിടെ അറിയുന്നുണ്ട് എന്തോ ചലനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് എന്നാ ചെയ്യുന്നു, യോറാം അവിടെ നിന്ന് കൂട്ടുകാരെയും കൂട്ടി സൈന്യവും കൂട്ടി നേരെ തിരിച്ചിങ്ങോട്ട് വരികയാണ്. അക്കൂടെ അവിടെ അദ്ദേഹത്തിൻ്റെ ആ വരവിൻ്റെ കൂടെ തന്നെ ഇസ്രായേലിൻ്റെ രാജാവ് അഹസ്യായും കൂടെ കൂടി. അത് രഹസ്യമായിട്ട് അഭിഷേകം ചെയ്ത ആൾ നല്ല ധീരതയോടെ പോകുന്നത്. എന്നിട്ട് പറഞ്ഞായിരുന്നു, അവിടെ ചെന്ന് യുവാവിനോട് പറഞ്ഞായിരുന്നു, ഇവിടെ അഭിഷേകം ചെയ്തിട്ട് നീ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ടണമെന്ന് പറയാം, പിന്നെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ആഹാബിൻ്റെ ആ കുടുംബം മുഴുവൻ തകർക്കണമെന്നുള്ള പ്രവചനം കൂടെ ഉണ്ട്. അപ്പോൾ അതിനെതിരെ പട്ടാള വിപ്ലവം പ്രഖ്യാപിക്കും. ഉടനെ പട്ടാള വിപ്ലവമായി ബാക്കിയായിട്ട് നമുക്കറിയാം. റാമോത്ത് ഗിലയാദ് എന്ന് പറയുന്നത് 65 കിലോമീറ്റർ അകലെയാണ് ഇസ്രായേലിൽ നിന്ന്. അവിടെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം റാമോത്ത് ഗിലയാദിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരും ഇസ്രായേലിൽ പെടുന്ന അവിടെ നിന്ന് യേഹു പുറത്തെ നിർദ്ദേശിച്ചു, ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറയാം, അതുപോലെ തന്നെ യേഹു രാജാവാണെന്ന് ആളുകൾ അംഗീകരിച്ചതോടുകൂടി ആ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ യേഹു നേരെ യസ്രയേലിലേക്ക് കുതിച്ചു. അവിടെ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണ്ടേ, യോറാം വിവരം തിരക്കാനായിട്ട് ദൂതനെ അയച്ചു. 2 പ്രാവശ്യം ദൂതനെ അയച്ചു, പക്ഷേ ദൂതൻ തിരിച്ചു ചെന്നില്ല. വന്നവനോട് ചെന്ന് ചോദിച്ചു, ഈ സമാധാനത്തോടെയാണോ വരുന്നത് യേഹുവിനോട് ചോദിച്ചപ്പം അദ്ദേഹം എന്നാ മറുപടി പറയുന്നത്, സമാധാനത്തോടെയാണോ വരുന്നതെന്ന് ചോദിച്ചെന്ന ദൂതന്റെ ചോദ്യത്തിന് അദ്ദേഹം അതൊന്നും മറുപടി ശരിക്കും നൽകാതെ അവനെ കൂട്ടത്തിൽ നിർത്തുകയായത്. അപ്പോൾ 2 പേരും തിരികെയിരുന്നപ്പോഴത്തേക്കും തിരിച്ചില്ലാതിരുന്നപ്പോഴത്തേക്കും യോറാം സംശയിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇപ്പം മുറിവേറ്റവനെ സന്ദർശിക്കാനെത്തിയ യൂദാ രാജാവായ അഹസ്യായും ആ കൂടെ അങ്ങ് പോയി. 2 രാജാക്കന്മാർ ഒന്നിച്ച് പോകുന്നു. നമുക്ക് വായിക്കുന്നു, യൂദായിലെ അവർ ബന്ധുക്കാരായിരുന്നു, നമുക്ക് തന്നെ അറിയാം, ബന്ധുക്കാരായിരുന്നു. അപ്പോൾ അവർ 2 പേരും ഒന്നിച്ചങ്ങ് പോകുന്ന സാഹചര്യം എന്നാ സംഭവിക്കണം. അപ്പോൾ യേഹുവിൻ്റെ മറുപടി യെസബേലിൻ്റെ വിഗ്രഹാരാധനയും എന്നാ ചോദിച്ച്, അതായത് നീ സമാധാനത്തിൽ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ യെസബേലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവുമാണ് ദേശത്തിന് നാശകാരണമായിരിക്കുന്നത് എന്ന്, അതുമൂലം അത് ഉന്മൂലനം ചെയ്താലേ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്നും, അതായത് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയും. ഇത് സൂചിപ്പിക്കുന്ന മറുപടികൾ, അതായത് 9-22 വാക്യം പറയുന്നത് അങ്ങനെ. അതായത് വളരെ കൃത്യമായി ജെസബേലിൻ്റെ വിഗ്രഹാരാധന, ഇവളാണ് വിഗ്രഹാരാധന കൊണ്ട് വന്നത്, ആ വിഗ്രഹാരാധന മൂലവും അതുമൂലം ഉണ്ടായിട്ടുള്ള വിഷമതകൾ കൊണ്ട്, അതുകൊണ്ട് യേഹുവിൻ്റെ മറുപടി പറഞ്ഞു, ഇത് ഉന്മാലനം ചെയ്യുക മാത്രമേ, ഇത് മൂലമാണ് നമുക്ക് വന്ന് നാശം വന്നിരിക്കും. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും യോറാം പെട്ടത് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പം പുറകെ ചെന്നിട്ട് അസ്ത്രം ഇദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടാകുന്നത്. എന്താ നമ്മൾ കാണുന്നത്, യോറാം രാജാവിനെ വാസ്തവത്തിൽ വഞ്ചനയാണ് ചെയ്തത്. രാജാവിന് സർവ്വസേനാധിപനായാലും രാജവഞ്ചന. അതുകൊണ്ടാണ് യേഹോവോട് ചെല്ലുമ്പോൾ പിന്നെ വഞ്ചക എന്ന് വിളിക്കാനായിട്ട് ഇടയായത്, ചെറുപേരാജ് വിളിക്കാൻ ഇടയായത്.
അപ്പോൾ യേഹൂ ബിറ്റ്ഖാൻ എന്ന് പറയുന്ന തൻ്റെ ആ ഒരു ഒരു സൈനിക ആ, കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അവിടെ. അപ്പോൾ യേഹൂവും ബിറ്റ്ഖാറും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഇവരെ വധിച്ചപ്പം അസ്രായേൽ ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹം ഓടി അദ്ദേഹത്തിന് പുറകെ ചെന്ന് വധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യൂദാ രാജാവിനെ വഴിക്ക് വെച്ച് കണ്ടപ്പം വെറുതെ വിട്ടില്ല. അപ്പം അതും അപകടകരമായ രീതിയിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ എന്നാ ചെയ്യുന്നത്, അഹസ്യായും അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇപ്പം മെഗീഡോയിൽ വെച്ച് അഹസ്യായും മരിക്കും. ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം. പിന്നീട് നാം കാണുന്ന പ്രധാനപ്പെട്ട സംഭവം ജെസബേലിൻ്റെ വധമാണ്. നോക്കുക, പ്രവൃത്തി എന്തായിരുന്നു? അത് ദൈവ നിന്ന. എന്തായിരുന്നു? നാബോത്ത് എന്ന് പറയുന്ന ആളുടെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ വേണ്ടി ഈ പെണ്ണ്, ഈ ഇസ്രായേൽ, ഈ രാജ്ഞി ജെസബേൽ, അവള് ഗൂഢാലോചന നടത്തിയിട്ട് കള്ളസാക്ഷികളുണ്ടാക്കി ഇവനെ വിളിപ്പിച്ച് ട്രിബ്യൂണൽ നടത്തിയിട്ട് ഇവനെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ട് അവനെ കൊന്നുകളഞ്ഞു. അവൻ്റെ രക്തം വീണ സ്ഥലമാണ് നാബോത്തിൻ്റെ പൂന്തോപ്പ് തന്നെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇവിടെ നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുക പറഞ്ഞു. കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആ ശിക്ഷ നടമാടുന്നത് അവിടെ കാണാം. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കി ഈ ക്രൂരതയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഭയങ്കര ക്രൂരത ഒരു വശമുണ്ട്. പക്ഷേ അത് ചെയ്ത തെറ്റ് അതിനേക്കാൾ ക്രൂരമായതുകൊണ്ട് അതിന് തക്കതായ ശിക്ഷ കൊടുക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ജെസബേൽ എന്നായിരുന്നു? കാര്യം ഇതൊക്കെ ആണെങ്കിലും അവൾ നല്ല ആത്മാഭിമാനമുള്ള രാജ്ഞിയായിരുന്നു. അത് തൻ്റെ ഇടമായിട്ട് എഴുതി ഉയർന്ന യേഹൂബ് എന്ന് പറയുന്നത് കണ്ണെഴുതിയിട്ട് അതുപോലെ മുടിയൊക്കെ അലങ്കരിച്ച് രാജീയ പ്രൗഢിയിൽ സ്വീകരിക്കാനായിട്ട് വന്നു. പന്തി അടുത്ത് നമുക്ക് മനസ്സിലായി. ഉടനെ വിളിച്ച് യജമാന ഘാതക സിമ്രി എന്നാണ് വിളിച്ചത്. യജമാന ഘാതകൻ എന്ന് പറഞ്ഞ ആരാ? യോറാൻ രാജാവിനെ വധിച്ചില്ലേ, എന്നിട്ടാണ് വിളിച്ചത്. അപ്പോൾ ആ അഭിസംബോധനയിൽ ഇസ്രായേൽ രാജാവായ പണ്ട് ഇസ്രായേൽ രാജാവായ ഏല എന്ന് പറയുന്ന ആളെ ചതിയിൽ കൊന്നിട്ട് രാജാവാവുകയും സൈന്യത്തിനെതിരെ പിടിച്ചു നിൽക്കാതെ 7-ാം ദിവസം ജീവനൊടുക്കുകയും ചെയ്ത ഒരു സേനാ നായകനാണ് സിമ്രി. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 15-18 വരെ വാക്യങ്ങൾ ഇത് പറയുന്നുണ്ട്. സിമ്രി അങ്ങനെയാണ്. അപ്പോൾ അധികം നേരം 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം മാത്രമേ അത് ഭരിച്ചുള്ളൂ. കാരണം എന്നാന്ന് ഈ ചതിയിൽ കൊന്നു കളയും ഇപ്പം രാജാവിനെ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു. അതുകൊണ്ടാണ് സിമ്രി എന്ന് വിളിക്കാറ്. യജമാന ഘാതക സിമ്രി. അങ്ങനെയുള്ള ഇവനെ വളരെ കുറ്റപ്പെടുത്തി പറയുന്നതാണ്. അപ്പോൾ എന്നാ ചെയ്തു? സിമ്രിയെ യേശുവിൻ്റെ ഇതിനെയായിരുന്നല്ലോ വാസ്തവം പറഞ്ഞാൽ. അതായത് ഇത് കർത്താവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി വാങ്ങിക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് വഞ്ചന നാട്ടി എന്നുള്ള പറയുന്നത്. ഈ സിമ്രിയ നാട്ടിയ വഞ്ചന എന്ന് പറയുന്നത് അത് യൂദാസ്കറിയാത്ത ആവശ്യം വഞ്ചനയ്ക്ക് തുല്യമായ വഞ്ചനയാണ്. അപ്പോൾ എന്നാ ചെയ്തു? സമാധാനത്തിലേക്കാണോ നീ വന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. എന്നാ ചെയ്ത് അദ്ദേഹം അത് മുകളിലേക്ക് നോക്കിയിട്ട് അവിടെയുള്ള സേനാനായകരോട് പറഞ്ഞു, നിങ്ങൾ ആർക്ക് എത്ര പേര് അവിടെയുണ്ട് എൻ്റെ കൂടെ കൂടാൻ ഉള്ളവരെല്ലാം ഇവിടെ. അങ്ങനെ അവളെ പിടിച്ച് അവിടുന്ന് കീഴോട്ട് എറിയാൻ പറഞ്ഞു. എറിഞ്ഞാൽ എവിടെയാണ് വീഴുന്നത്? നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പിൽ. അവർ വലിച്ചെറിഞ്ഞു. എവിടെ വല്ല തല ചിതറി, ശരീരകാരം ചിതറി, രക്തം ഒഴുകി. ആ രക്തം വന്ന് നായ്ക്കൾ നക്കി കുടിച്ചു. അവസാനം ഇയാൾ എന്ത് ചെയ്തു? രാജ്ഞിയല്ലേ, സംസ്കരിച്ചേക്കാമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ശരീരഭാഗം മുഴുവൻ തിന്ന് തീർത്തിട്ട് തലയൊട്ടിയും അതുപോലെ ചില കൈകളെ അസ്ഥികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്തഃപുരത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ദൈവം തന്നെ കരുതി വെച്ച ഒരു ശിക്ഷ എന്ന് നമ്മളെ കാണാനായിട്ട്. ഇതാണ് അവിടെ ജെസബേലിൻ്റെ അന്യം എന്ന് പറയും. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കും? അവർ നടത്തിയ സംഭവത്തിൻ്റെ ക്രൂരതയല്ല നമ്മൾ മനസ്സിൽ പതിയേണ്ടത്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് തക്കതായ രീതിയിലുള്ള ശിക്ഷ ഉണ്ടാകും. ആ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് ഈ വിശുദ്ധ കഥകാലത്ത് രചിക്കുമ്പോൾ അവിടെ പിന്നീട് ഭരിക്കാൻ പോകുന്ന രാജാക്കന്മാർ മറ്റുള്ളവർക്കൊക്കെ താക്കീതായിട്ടാണ് തിന്മ ചെയ്യാൻ പാടില്ല, യഹോവയുടെ വിശ്വസ്തരായിരിക്കണം എന്ന കാര്യം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് വരുന്ന കൂട്ടക്കുരുതിയാണ്. കൂട്ടക്കുരുതി എന്ന് പറഞ്ഞാൽ ആഹാബിൻ്റെ കുടുംബം മുഴുവൻ നശിക്കണം. അത് ശിക്ഷയാണ്, ഭയങ്കരമായ ശിക്ഷയാണ്. ഇപ്പം രാജകുടുംബത്തിലേക്ക് എന്നാ സംഭവിച്ച് രാജപുത്രന്മാരെല്ലാം എല്ലാ രാജപുത്രന്മാരെയും കംപ്ലീറ്റ് വധിക്കപ്പെടുന്നതാണ് കാണുന്നത്. കാരണം അവരവശേഷിച്ച് കഴിഞ്ഞാൽ അത് ഭീഷണിയായിട്ട് മാറും. പിന്നീട് അങ്ങോട്ട് വലിയ ഭക്തരായ 10-70 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്നാ ചെയ്തു? സിറിയയിലെ ശ്രേഷ്ഠന്മാരെ കത്തയച്ചു തീരുമാനമെടുക്കാൻ. നഗരാധിപന്മാരൊക്കെ കീഴടങ്ങാൻ തയ്യാറായി. പക്ഷേ ബാക്കിയുള്ള ഒരു കമാൻഡ് അദ്ദേഹം നിർദ്ദേശം വെച്ച് അവിടെ 70-70 പേരുകളുണ്ടായിരുന്നു. അവരുടെ തല കൊയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൂമ്പാരമായിട്ട് കൂനയായിട്ട് നിർത്തണമെന്ന് പറഞ്ഞു. അതൊക്കെ വായിച്ചു നോക്കുക, നമുക്ക് എന്തൊരു കഠോര പ്രവൃത്തി. ഇതൊക്കെ അപ്രകാരം തന്നെ ചെയ്തു. 70 രാജകുമാരന്മാർ, അവരുടെ ആ 70 പേര്, ആഹാബിൻ്റെ മക്കൾ അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു. 10 ഉപനാരികളൊക്കെ ഉണ്ടല്ലോ. ആ 70 പേരെയും
തല കൊയ്തെടുത്തുകൊണ്ട് അവിടെ കൂട്ടി വെച്ച് കൂട്ടക്കുരു നിറക്കുകയാണ്. ഇതിനൊന്നും ന്യായീകരണമൊന്നുമില്ല. ആ പ്രവൃത്തിയൊന്നും ദൈവം പറഞ്ഞിട്ട് ചെയ്തതൊന്നുമല്ല. ഇദ്ദേഹം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് രാജഭരണത്തിന് ഒരു ഭീഷണി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആഹാബിൻ്റെ വംശത്തിൽ ആരും നിലനിൽക്കാൻ പാടില്ല എന്നതുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണ്. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമൊന്നുമില്ല. ചെയ്ത പ്രവൃത്തി, അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, ക്രൂരന്മാരായ ആൾക്കാർ. രാജഭരണമാണ്, നമുക്ക് മനസ്സിലായില്ല. ജനാധിപത്യ സംവിധാനത്തിൽ പിറന്നവർ നമ്മളെല്ലാവരും. ജനാധിപത്യ രാജ്യത്ത് പിറന്നവർക്ക് ഈ ക്രൂരത മനസ്സിലാകില്ല. രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ക്രൂരത. ഇവിടെ ഇപ്പം നടന്നത് മോശമൊന്നും ആയിരുന്നില്ല. നമ്മുടെ രാജ്യം ഇങ്ങനെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടാകുന്ന രാജാക്കന്മാർ ഈ പ്രവൃത്തികളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ച് നോക്കിയാൽ ഇതിനേക്കാൾ തെറ്റിയായിരുന്നു അവരുടെ പ്രവൃത്തികളൊന്നും കാര്യം ഓർക്കണം. അപ്പോൾ അന്നത്തെ പോലെ വലിയ സാമ്രാജ്യാധിപരൊന്നും അല്ലായിരുന്നു. ചെറിയ മൂന്നാലഞ്ച് പഞ്ചായത്തുകൾ ചേർന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യം. അവിടെ കാണിച്ചിരുന്ന ക്രൂരത ഭയങ്കരമായ രീതിയാണ് പാവപ്പെട്ട പ്രത്യേക ശൂദ്രന്മാരായിരുന്ന ആൾക്കാരോട് കാണിച്ചിരുന്നത്. അവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു. ഭയങ്കര ശിക്ഷയാണ് നൽകപ്പെട്ടിരുന്നത് ഇവിടെ. അതായത് അവർക്ക് ശിക്ഷ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിനനുസരിച്ച് ഈ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ 1886 മെക്കാലോ പ്രൂവാണ് അദ്ദേഹത്തിന് കൊണ്ടുവരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ഒരു ഗന്ധമനുസരിച്ചുള്ള ശിക്ഷ. ആ ശിക്ഷ എന്താ? അതായത് ബ്രാഹ്മണൻ ആ തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് അതേപടി ഒരു കടലാസ് എഴുതിയിട്ട് 2 ത്ലാസിൽ കൊണ്ട് ബ്രാഹ്മണൻ ഒരു ത്ലാസിൽ എഴുതി ആ തെറ്റിനെ തന്നെ വേറൊരു ത്രാസിൻ്റെ മറുഭാഗത്തിരുത്തിയിട്ട് തൂക്കി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെയാണ് ബ്രാഹ്മണനെ തൂക്കം കൊള്ളും, മറ്റേ തൂക്കം ഇല്ലല്ലോ. അപ്പോൾ അവൻ കുറ്റവാളി അല്ലെന്ന് പ്രഖ്യാപിച്ച് അവനങ്ങ് വെറുതെ വിടും. ഇതാണ് ഇവിടുത്തെ ശിക്ഷാരീതി നിലനിന്നിരുന്നതാണ്. നമ്മൾ വായിക്കുന്ന കാര്യമാണിത്. അതായിരുന്നു നമ്മുടെ പീനൽ കോഡ് എന്ന് പറയുന്ന സംഗതി. അതേ സമയത്ത് നേരെ തിരിച്ച അത് ശൂദ്രനാണ് തെറ്റ് ചെയ്തത്. അപ്പം തെറ്റ് ചെയ്യുന്ന ആളാരാന്ന് നോക്കിയായിരുന്നു ഇവിടുത്തെ ശിക്ഷ. തെറ്റിൻ്റെ ഗൗരവം നോക്കിയല്ല. സമത്വ ചിന്ത എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ബ്രാഹ്മണനാ തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് തെറ്റല്ല, ക്ഷത്രിയനും തെറ്റല്ല, വൈശ്യനും തെറ്റല്ല. ശൂദ്രനാ ചെയ്യുന്നെങ്കിൽ തെറ്റാം. അവൻ എന്നാ ചെയ്യുന്നത്? ഗൗരവമായ ഒരു തെറ്റ് തന്നെയാണെങ്കിൽ തന്നെയും അവനെ വസ്ത്രമുരിഞ്ഞ് നഗ്നനാക്കി പുറകോട്ട് തിരിച്ചു നിർത്തിയിട്ട് അവൻ്റെ പുറകിലൂടെ കുന്തം കയറ്റി മുകളിലേക്ക് ഇട്ട് തലയുടെ ഇപ്പുറം കൊണ്ടുവരുന്ന രീതി നീചമായ പ്രവൃത്തി അവിടെ ശിക്ഷയായിട്ട് നടന്നിരുന്നു. അത് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ അവർക്ക് അയ്യോ അത് അന്ന് അങ്ങനെ നടന്നല്ലോ, അതിനേക്കാൾ മോശമായ കാര്യം ഇവിടെ നടന്നിരുന്നു. അപ്പോൾ നമുക്ക് അധികം ആ ഭാഗത്ത് ചെയ്യാൻ പറ്റില്ല. പഠിച്ചു നോക്കണം, വായിച്ചു നോക്കാം. കേരളത്തിൻ്റെ ചരിത്രം മറ്റേ ഒക്കെ സംസ്കാരമൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. മിഷണറിമാർ വന്ന് എന്താ ചെയ്തത് ആലോചിച്ച് നോക്കിയേ. പീനൽ കോഡ്, IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സാധനം മെക്കാളെ പ്രഭു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെ പോയിരുന്നു ഇവിടുത്തെ ശിക്ഷാവധി? അപ്പോൾ കൃത്യം തെറ്റനുസരിച്ചുള്ള നീതിബോധത്തോടു കൂടിയ ന്യായസംഹിത ഉണ്ടായി ഇവിടെ. അതുപോലെ അടുത്ത കാലത്ത് ഇപ്പോഴത്തെ സർക്കാർ പിന്നെ അത് ഭാരതീയ ന്യായസംഹിതയാക്കി മാറ്റിമറിച്ചെങ്കിലും അതിന് അടിസ്ഥാന വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അന്ന് മനസ്സിലാക്കണം, മിഷണറിമാർ ഇവിടെ എന്ത് ചെയ്തെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ചോദ്യം വരുമ്പോഴാണ് ഓർക്കുന്നത്. നമുക്ക് പല ആൾക്കാർ ഇതുപോലെ ഭയങ്കരമായ രീതിയിൽ ഇപ്പം സംസാരിക്കുന്നുള്ളൂ. അയ്യോ മിഷണന്മാരൊന്നും ചെയ്തില്ല, കച്ചവടത്തിനാണ് അവർ വന്നത്, കച്ചവടം അവർ അന്നും കച്ചവടം ഇന്നും കച്ചവടം എന്നും കച്ചവടം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വളരെ മോശമായി അവർ നൽകിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ തരം താഴ്ത്തുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ വന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുമല്ല, അവർ വന്നത് കച്ചവടത്തിനുമല്ല. ഇവിടെയുള്ള അവിടുത്തെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളൊക്കെ അവർ വരുന്നോട് എതിരായിരുന്നു. പൈസ പോലും കൊടുക്കാൻ തയ്യാറായില്ല. അവർ വന്നത് അവർ സുവിശേഷം പ്രഘോഷിക്കാൻ തന്നെ വന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വെളിച്ചം ഇവിടെ വന്നത്. സുവിശേഷത്തിന് വെളിച്ചം വന്നപ്പോഴാണ് ഇതിനൊക്കെ മാറ്റമുണ്ടായ പ്രകാശം. പോട്ടെ, അതിലല്ല നമ്മുടെ വിഷയം. എന്തായാലും അന്ന് നടന്ന ഈ ഭയങ്കര കൂട്ടക്കുരുതികൾ തുടർച്ചയായിട്ട് നോക്കുകയാണ്. ആഹാബിൻ്റെ പുത്രന്മാരെ വധിച്ചു. അതിനുശേഷം 70 രാജകുമാരന്മാരെ ഭരിക്കുന്നത് അദ്ദേഹം തന്നെ എടുത്തയച്ച് വരുത്തിയതാണ്. അങ്ങനെ കൂട്ടക്കുരുതി ഉണ്ടായി. പിന്നൊക്കെ ന്യായീകരണമൊന്നും ഇല്ലെന്ന് ഞാൻ പറയേണ്ട. അഹസ്യായുടെ ബന്ധുക്കളെ അതുപോലെ തന്നെ വധിച്ചു. അഹസ്യായുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന രാജാവിൻ്റെ ബന്ധുക്കൾ. പിന്നെ യഹോനാദാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി റേക്കാബ്യരുടെ പൂർവികനായ ഇയാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ യഹോബയാബ്യ എന്ന് പറയുന്ന ഒരു കേന്യർ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് വാസ്തവം പറഞ്ഞാൽ അതായത് യാവയെ വളരെ കാര്യമായിട്ട് ആദരിച്ചിരുന്ന ആൾക്കാരാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലിൻ്റെ ആരാധന മുഴുവൻ വധിക്കുന്ന നമുക്ക് ബാലിൻ്റെ ആരാധന 10-ാം അധ്യായം 18 വാക്യം കാണുന്നു. ബാലിൻ്റെ ആരാധന മുഴുവൻ അവർ ശ്രദ്ധ തിരിച്ചു വിടുക. അപ്പോൾ എന്നാ ചെയ്യുന്നത്? ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനേക്കാൾ കൂടുതൽ സേവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബാലിന് വേണ്ടി വലിയൊരു വിരുന്നൊരുക്കിയതിന് ശേഷം ഇവിടെ എല്ലാ കാര്യം വരുത്തി ഈ ബാൽദേവൻ്റെ മുഴുവൻ ഭക്തന്മാരെ വിളിച്ചു വരുത്തി അകത്താക്കിയതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കർത്താവിൻ്റെ ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇവരെയെല്ലാം വധിക്കുന്നത്. അങ്ങനെയാണ് നമ്മളോട് കാണുന്ന പ്രധാനപ്പെട്ട സംഗതി. അവർക്കെല്ലാം അങ്കികൾ നൽകി എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വലിയ അവർ പാപം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക.
അതായത് ബാൽ ഭക്തനാണ് രാജാവെന്ന് വരുത്തി യഹു എന്ന് ഒത്തി തീർത്തിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അവസാനം യഹു ബലിയർപ്പിക്കുകയും ബലിയർപ്പിച്ചതിൻ്റെ അവസാനമായിട്ട് ഇവരെല്ലാം ഇല്ലാണ്ടാക്കുകയും ചെയ്യുക. പിന്നെ താൻ കാണുന്ന ഇന്നത്തെ യേഹുവിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്ന ഭാവമാണ് നമ്മൾ വായിക്കുന്ന പിന്നീട് കാണുന്ന കാര്യം. അപ്പം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വലിയ സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിലും യേഹു ഇതെല്ലാം ബാലിൻ്റെ വിഗ്രഹങ്ങളെടുത്ത് തകർത്തു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തകർത്ത് കത്തിച്ചു കളഞ്ഞു. എന്നാൽ പോലും അദ്ദേഹം പൂർണ്ണമായി യഹോവയുടെ വിശ്വസ്തനായിരുന്നില്ല. കാരണം ബേഥേലിലും ദാനിലും ഒക്കെ സ്വർണ്ണ ആയിട്ടുള്ള വിഗ്രഹങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുക ആദരിക്കുക നമ്മൾ നശിപ്പിച്ച് കളഞ്ഞില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം യഹോവ ഭക്തനായിരുന്നില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ടുള്ള ദൈവം അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ കട്ടിയായ ശിക്ഷ നൽകിയില്ല. അദ്ദേഹം സ്വാഭാവികമായ മരണത്തിലാണ്. അപ്പോൾ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികാരം ടൈർ, യൂത എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഓമ്രി സ്ഥാപിച്ച ഉടമ്പടികൾ അന്നുണ്ടായിരുന്ന മുഴുവൻ തകർന്നതുകൊണ്ട് യേഹുവിൻ്റെ കാലഘട്ടത്തിൽ സാമ്പത്തികം കീഴോട്ട് പോകാനും തളർച്ചയുണ്ടാകാനും ആഭ്യന്തര കലങ്ങൾക്ക് വഴിയൊരുക്കുകയും ഉടമ്പടിയൊക്കെ ലംഘിച്ചതുകൊണ്ട് അപ്പോൾ വളരെ ബലഹീനമാകാൻ തുടങ്ങി രാഷ്ട്രം. ഇപ്പോൾ സൈനികം രാഷ്ട്രീയമായി ബലഹീനത വന്ന് BC 841 സൽമനേസർ എന്ന് പറയുന്ന ഒരു സൽമനേസർ മൂന്നാമനും അന്ന് സിറിയയെ ആക്രമിച്ചു തോൽപ്പിച്ചു. പിന്നെ വളരെ കൃത്യമായ രീതിയിൽ നേരെ അസീറിയയുടെ ഭരണത്തിലേക്ക് കടന്നു വരുന്നതാണ് മുന്നിൽ കാണുന്നത്. അത് സിറിയയ്ക്ക് അനുകൂലമാണെങ്കിലും അവർ യോർദാന് കിഴക്കൻ ഇസ്രായേലിൻ്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശം മുഴുവൻ കീഴടക്കി. 10-ാം അധ്യായം 32-ാം വാക്യം പറയുന്നുണ്ട്. BC 814 കംപ്ലീറ്റ് ഇവർക്ക് ദുർബലമായി തീരുക. യേഹു അവസാനം മരിക്കുമ്പോൾ അദ്ദേഹം കൈമാറുന്നു വളരെ ദുർബലമായ ഒരു രാജ്യത്തെ കൈമാറിയിട്ട് അദ്ദേഹം പോകുന്ന കാര്യം ഇതെല്ലാം ചെയ്തെങ്കിലും അദ്ദേഹം വളരെ വിജയശ്രീലാളിതനായിട്ടൊരു രാജാവ് ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ പൊതു തത്വം ഇപ്പം എന്താണ്? പാപം എന്ന് പറയുന്നതിൻ്റെ ഫലമാണ് മരണം. അത് വ്യക്തതയോടുകൂടി ഇവിടെ ആവിഷ്കരിച്ച ഗ്രന്ഥകാരന്മാരും അക്രമമായ ധർമ്മം ഉണ്ടായാൽ അക്രമ മാർഗം അത് ശരിയായ മാർഗമല്ല. അതുകൊണ്ട് അക്രമത്തിന് തിരിച്ച ശിക്ഷയുണ്ടാകുന്നുള്ളതിൻ്റെ പാഠം വലിയ പാഠം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വാളെടുക്കുന്നവൻ വാളാലെ എന്ന കർത്താവ് പിന്നീട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നതൊക്കെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് ഈ അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് വാളെടുക്കുന്നവൻ വാളാലെ എന്ന് പറയും. നമ്മൾ ഈ ഭാഗം സമാപിപ്പിക്കുക. എന്തുകൊണ്ടാണ് എന്നാ പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ കണ്ടില്ലേ? ഇത്രയും കാര്യങ്ങൾ കേട്ടില്ലേ എന്നെല്ലാം. അപ്പോൾ നീ 9-ാം അധ്യായം തൊട്ട് എടുത്ത് വളരെ ശാന്തമായിരുന്നു വായിച്ചു നോക്കാം. പേരൊക്കെ പലതൊക്കെ മനസ്സിലിരിക്കില്ല, ഓർക്കില്ല, എങ്കിലും ശാന്തമായിരുന്നു വായിച്ചു നോക്കാം. അതിന് വായിച്ചു നോക്കുമ്പം അവരുടെ തിന്മയ്ക്ക് വരുന്ന ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. എന്തുകൊണ്ട് യേഹു ഇങ്ങനെ ചെയ്യുന്നത് ചിന്തിക്കുകയല്ല വേണ്ടി. ആ ശിക്ഷ കൈവരുത്തുന്നതിന് കാരണം എന്തായെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിച്ച് നോക്കുമ്പോഴാണ് എല്ലാ കാലത്തേക്കുള്ള താക്കീത് അതിനകത്ത് കിടക്കും. അത് ദൈവനീതിക്ക് വിരുദ്ധമായിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തമ്പുരാൻ തിരിച്ചടിയും. അത് എന്നെ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും തരത്തിൽ അഴിമതി കാണിച്ചാൽ അത് തന്നെ ആരെയെല്ലാം തട്ടിച്ച് പണം ഉണ്ടാക്കി രാജ്യത്തിൻ്റെ സമ്പത്ത് സ്വന്തമാക്കുന്നവൻ ഇപ്പോൾ തീർച്ചയായിട്ടും അതിനെ കുരുക്കിൽ ചെന്ന് ചാടും. ഇപ്പം കണ്ടില്ലേ പലരും ഭയപ്പെട്ട് നടക്കുന്നില്ലേ? കൊള്ളയടിച്ച ആൾക്കാർക്ക് ഇപ്പോൾ എവിടെയാണ്? അവർക്ക് ഭയപ്പെട്ട് നടക്കുക. കാരണം അടുത്ത അന്വേഷണം വരുന്നത് എങ്ങോട്ടാണ് നീങ്ങുന്ന അറിയാൻ പാടില്ല. അപ്പോൾ ഒരു കാലത്ത് നമ്മളെ താങ്ങുന്ന ഭരണാധികാരി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല. നമ്മളെ താങ്ങുന്ന ഭരണാധികാരിക്ക് അതിൻ്റെ ഒരു ഷെയറും കൊടുത്തിട്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെട്ട് നമുക്ക് മോഷണം നടത്തിയാൽ അതിൻ്റെ പിന്നീട് അത് കഴിയുമ്പോൾ ഈ ഭരണാധികാരി ഒന്നും നിൽക്കില്ല. ജനം തട്ടി ദൂരക്കളയും, അല്ലെ ദൈവം തട്ടി ദൂരക്കളയും. അത് അടുത്ത ഭരണാധികാരി വരുമ്പോൾ അങ്ങനെ തിരിച്ചടിക്കും. അന്വേഷണം ഉണ്ടാകും, തെളിവുണ്ടാകും, തെളിവ് വന്നു കഴിഞ്ഞാൽ ശിക്ഷയുണ്ടാകും. വരാൻ പോകുന്നത് മാനസികമായിട്ട് തന്നെ തകർന്നു പോകാനായിട്ടിടയും. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഭരണഘട്ടങ്ങളിലും ജനാധിപത്യ ഭരണഘട്ടം സംഭവിക്കുന്നത് തന്നെയല്ലേ? എത്രയോ ആൾക്കാർ വലിയ ഭയങ്കര കോർപ്പറേറ്റുകൾ എന്ത് ചെയ്ത് സമ്പത്ത് ആർജിച്ചെടുക്കുകയും ആ സമ്പത്ത് ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാവങ്ങളെ ബലിയാടാക്കുകയും എത്രയോ സംഭവങ്ങളുണ്ടായി. അതിലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ചടി നമ്മൾ നോക്കി നിൽക്കുക. ഈ പാവങ്ങൾക്ക് കരുത്തില്ല തിരിച്ചടിക്കാൻ, പക്ഷേ അതിൻ്റെ പിമ്പിൽ ദൈവം നിൽപ്പുണ്ട്. പാവങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ തിരിച്ചടി എങ്ങനെ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമേ തിരിച്ചടിയും ഒരു സംശയമില്ല. അതുകൊണ്ട് ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. അപ്പോൾ നിലവിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ജീവിക്കുന്നത് കൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നാം നീതിബോധത്തോടുകൂടി ജീവിക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി സംരക്ഷിക്കാൻ, ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ, വേദനിക്കുന്നവരുടെ അനുകമ്പ കാണിക്കാനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ വചനാടിസ്ഥിതമായ ജീവിതം നയിക്കുക എന്നാണ്. വചനാടിസ്ഥിതമായ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും വിശുദ്ധ ഭാവം വായിച്ച ആ വചനം അതനുസരിച്ച് അനുധാവനം ചെയ്യുക എന്നുള്ളതല്ല. വചനം ഈശോയാണ്. ഈശോയുടെ ഹൃദയ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ
ആ വചനാനുസൃതമായി നമ്മൾ പ്രവർത്തിലാപ്പങ്ങൾ പോകും. അതനുസരിച്ച് നന്മയിലേക്ക് നമ്മൾ പോകും, നന്മ ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.